Hi friends, assalamu alaikum. Welcome to my channel. നല്ല നാടൻ രീതിയിൽ പ്രോൺ സിസ്ലർ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം പ്രോൺസ് മാരിനേറ്റ് ചെയ്യാനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഇതിനായി ഒരു സവാളയുടെ പകുതി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തക്കാളി ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ചേർക്കുന്നവർക്ക് ചേർത്താൽ മതി. ഒരു നാടൻ ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഒരു ചെറിയ പീസ് ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി ചെറുതാണെങ്കിൽ 5-6 അല്ലി ചേർക്കുക. അതുപോലെ ഒരു ചെറിയ പച്ചമുളക്, ഒരു നാരങ്ങയുടെ പകുതിയും കൂടി ചേർക്കുക. ഇനി ചേർക്കേണ്ടത് കുരുമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് അതുപോലെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടേബിൾ സ്പൂണോളം ചേർക്കണം. ആദ്യം പറഞ്ഞതുപോലെ എരിവ് വേണ്ടാത്തവർക്ക് 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പ്രോൺസിലേക്ക് മാരിനേറ്റ് ചെയ്യാം. ഞാനിതിനു വേണ്ടി 10-12 പ്രോൺസ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള പ്രോൺസാണ്, തലയോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ പതിയെ ചെയ്തെടുക്കാം. ഈ അരപ്പിൻ്റെ മുഴുവനായി ഇതിലേക്ക് ചേർക്കണ്ട, ആവശ്യത്തിന് നോക്കി ചേർത്താൽ മതി. ബാക്കി നമുക്കൊരു സോസ് കൂടി ഉണ്ടാക്കിയെടുക്കണം. ഇതിന് 10-15 മിനിറ്റ് അരപ്പൊക്കെ പ്രോൺസിൽ നന്നായി പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഒരു ചെറിയൊരു സാലഡ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. സാലഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കട്ടിങ്ങും കൂടി പ്രധാനമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും കൂടി കാണിക്കാം. നീളത്തിൽ അരിഞ്ഞ ക്യാരറ്റ് നേരെ പകുതിയാക്കി വളരെ തിന്നായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ കുക്കുംബറും കട്ട് ചെയ്തെടുക്കാം. കാബേജും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. വളരെ നേരിയതായി കട്ട് ചെയ്താൽ കഴിക്കാനും അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഒണിയനും അതുപോലെ തന്നെ നേരിയതായി കട്ട് ചെയ്ത് മാറ്റാം. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി വേണ്ടത് ഒലീവ് ഓയിലാണ്. അത് 1 ടേബിൾ സ്പൂണോളം ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ സ്പൂൺ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് മാറ്റി വെച്ച് അടുത്ത് നമുക്കിനി പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഇതാ പാന് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, ഓയിൽ യൂസ് ചെയ്താൽ മതി, സൺഫ്ലവർ ഓയിൽ. പ്രോൺസ് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 3-4 മിനിറ്റ് കൊണ്ട് പ്രോൺസ് ഫ്രൈ ആയി കിട്ടും. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായി കുക്കായിട്ടുണ്ട്. പ്രോൺസ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇനി മാറ്റാം.
മാറ്റിയതിന് ശേഷം ഈ പാനിൽ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഈ എണ്ണ തന്നെ യൂസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് സോസ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഞാൻ ഇത് സിസ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്ലർ പ്ലേറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതില്ലാത്തവർക്ക് അയണിൻ്റെ തവയോ, നമ്മൾ ദോശയൊക്കെ ചുടുന്ന അയണിൻ്റെ തവ അല്ലെങ്കിൽ ഫ്രൈ പാനൊക്കെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി ഒരു 5 മിനിറ്റ് നന്നായി ചൂടാക്കി എടുക്കാം. നമുക്ക് ഇതിനെ എങ്ങനെയാണ് പ്ലേറ്റിംഗ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് ബട്ടർ ചേർക്കലാണ്. ചൂടായ തവയിലേക്ക് ബട്ടർ ഇടുമ്പോൾ നന്നായി സ്മോക്ക് ആവും. നല്ല നാടൻ ടേസ്റ്റിലുള്ള പ്രോൺ സിസ്ലർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.